നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ സ്വദേശിയായ കൊടും ക്രിമിനൽ ദയാലിനെതിരെ നടപടി. PIT NDPS നിയമപ്രകാരം ദയാലിനെ ജയിലിലടയ്ക്കും. 30 വയസ്സുള്ള ദയാൽ നിരവധി രാസലഹരി കള്ളനോട്ട് വധശ്രമ കേസുകളിലെ പ്രതി. ദേശമംഗലം പള്ളത്ത് ഭാരതപ്പുഴയിലെ അടിക്കാടുകളിൽ തീപിടുത്തം. തീ പടർന്നത് പുഴയുടെ നടുഭാഗത്ത്. പുഴയോരത്ത് വെള്ളമുള്ളതിനാൽ തീ കരപ്രദേശത്തേക്ക് പടർന്നില്ല. വാർത്തകൾ വിശദമായി. കൊടും ക്രിമിനൽ ദയാലിനെതിരെ PIT NDPS നിയമപ്രകാരം തൃശൂർ ജില്ലാ പോലീസിന്റെ നടപടി. രാസലഹരി കള്ളനോട്ട് വധശ്രമ കേസുകളിൽ പ്രതിയായ കേച്ചേരി സ്വദേശി ദയാലിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. തൃശൂർ റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS സമർപ്പിച്ച റിപ്പോർട്ടിലാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് 1 വർഷത്തെ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ PIT NDPS നിയമപ്രകാരമുള്ള 2025 മുതൽ 10ാമത്തെ കരുതൽ തടങ്കൽ ഉത്തരവാണിത്. പ്രിവെൻഷൻ ഓഫ് ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ് ഇൻ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമാണ് നടപടി. നിരവധി മയക്കുമരുന്ന് കടത്തു കേസുകളിലെ പ്രതിയാണ് എരനല്ലൂർ കേച്ചേരി സ്വദേശി 30 വയസ്സുള്ള പരപ്പുപറമ്പിൽ വീട്ടിൽ ദയാൽ. റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതിയെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ എത്തിച്ച് ഉത്തരവ് നടപ്പാക്കും. മയക്കുമരുന്ന് ലഹരി കേസുകളിൽ ഒന്നിലേറെ തവണ അറസ്റ്റിലാകുന്നവരെയും ഇവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരെയും വിചാരണ കൂടാതെ ജയിലിൽ കരുതൽ തടങ്കലിൽ വയ്ക്കാവുന്നതിനുള്ള നിയമമാണ് PIT NDPS. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശമംഗലം പള്ളം പ്രദേശത്തിന് സമീപം ഭാരതപ്പുഴയുടെ നടുവിൽ അടിക്കാടുകൾക്ക് തീപിടിച്ചു. ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കവാട പ്രദേശത്ത് വെള്ളം അധികമായതിനാൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനായില്ല. രാത്രി ഏറെ വൈകി തീ തനിയെ അണയുകയായിരുന്നു. ഫാർമസി മേഖലയിലെ ഗവേഷണങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ ഫാർമസി ഗ്രാജുവേറ്റ് അസോസിയേഷൻ ഫെബ്രുവരി 2-3 തീയതികളിൽ പ്രൈം ഫാർമ കോൺക്ലേവ് സംഘടിപ്പിക്കും. 11 വിഷയങ്ങളിലായി 100-ലധികം പ്രബന്ധങ്ങൾ കോൺക്ലേവിൽ അവതരിപ്പിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ CI സജീദ് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രൈം കോളേജ് ഓഫ് ഫാർമസിയുടെ സഹകരണത്തോടെ പ്രൈം കോളേജ് ക്യാമ്പസിലാണ് കോൺക്ലേവ്. പുതിയ മരുന്നുകളുടെ കണ്ടെത്തൽ, ഫാർമസ്യൂട്ടിക്കൽ ഗവേഷണം, നാച്ചുറൽ പ്രൊഡക്ട്സ്, AI, ഡിജിറ്റൽ ഫാർമസി, ഡ്രഗ് ഡെലിവറി സിസ്റ്റം, റെഗുലേറ്ററി സയൻസ് ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ അവതരിപ്പിക്കും. ഇന്ത്യയിലെയും വിദേശത്തെയും ഗവേഷകർ പങ്കെടുക്കുന്ന കോൺക്ലേവിൽ ഗവേഷണം നടത്തുന്നവർക്ക് അവതരിപ്പിക്കാനുള്ള അവസരവും ലഭിക്കും. കോൺക്ലേവിൽ പങ്കെടുക്കാനായി അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഡോക്ടർമാർ ഉൾപ്പെടെ 700ഓളം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഡോക്ടർ സാജിദ് അറിയിച്ചു. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫാർമ റിസർച്ചിന് ബേസ് ചെയ്തിട്ടുള്ള കോൺഫറൻസ് ആണ്. ഇതിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് ഫ്രണ്ടയേഴ്സ് ഇൻ ഡ്രഗ് ഡിസ്കവറി ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന കോൺഫറൻസ് ആണ്. പുറമെ ഈ പ്രോഗ്രാമിൽ സെപ്പറേറ്റ് വർക്ക്ഷോപ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അനിമൽ സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് ആണ്. ലബോറട്ടറി അനിമൽസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഗവേഷണത്തിന് എങ്ങനെയെല്ലാം ഉപയോഗിക്കാം, ഇങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള വർക്ക്ഷോപ്പാണ്. വേറൊരു വർക്ക്ഷോപ്പ് ഇവർക്ക് അനലിറ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ട്രെയിനിങ് ആണ്. പുറമെ ഈ ഇതിൽ പങ്കെടുക്കുന്ന റിസർച്ച് സ്കോളേഴ്സിനും സ്റ്റുഡൻസിനും ഈവൻ ടീച്ചേഴ്സിനും എല്ലാം അവർ ചെയ്യുന്ന ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനുള്ള സെപ്പറേറ്റ് പ്രോഗ്രാമും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് TM ജയൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ഗൗരി ശങ്കർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുഹമ്മദ് ഹാരിഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാടനംകുറിശി അറബി കലാസമിതി അറബി ഗ്രന്ഥശാല 52ാം വാർഷികാഘോഷം സമാപിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് ആദരസന്ധ്യ, നാടകം എന്നിവയോടെയാണ് 2 ദിവസത്തെ ആഘോഷ പരിപാടികൾക്ക് സമാപനമായത്. ഒന്നാമത്തത് ഗ്രാമീണ വായനശാലകളുടെ വാർഷികം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരവസരമാണ്. അതോടൊപ്പം തന്നെ ഭാവിയിൽ എന്ത് പൂർത്തീകരിക്കാൻ കഴിയും എന്ന അന്വേഷണവുമാണ്.
നമുക്കറിയാം, ഗ്രന്ഥശാലകളെക്കുറിച്ച് അത്ര മെച്ചപ്പെട്ട അഭിപ്രായമല്ല പല ആളുകളും ഇന്ന് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നതിന് കഴിയുന്ന വിധം അതിനെ ചിട്ടപ്പെടുത്തുന്നതിന് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് പല രൂപത്തിലായി സമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞങ്ങളെല്ലാം വായിച്ചതും വളർന്നതും ആ പുസ്തകങ്ങളിലൂടെയാണ് എന്ന വിവേകത്തിന്റെ ലോകത്തിലേക്ക് പ്രവേശിച്ച പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. അവർ കുറ്റപ്പെടുത്തുന്നതാകട്ടെ പുതിയ തലമുറയെയാണ്. ചെറുപ്പക്കാർക്കൊന്നും ഒരു ഗ്രന്ഥശാലയുമായി വൈകാരികമായ ബന്ധം സ്ഥാപിക്കുന്നതിന് താല്പര്യമില്ല. ഇപ്പോഴും തലനരച്ച കുറെ വൃദ്ധന്മാരും നിയോഗിക്കപ്പെട്ട ചില പ്രവർത്തകരും അടങ്ങുന്ന ഒരു ചെറിയ സംഘത്തിന്റെ കയ്യിൽ വായനശാല ഒതുങ്ങിപ്പോകുന്നു എന്നതാണ് പൊതുവെ ഉയർന്നു വരാറുള്ള ഒരു വിമർശനം. അത്തരം വിമർശനത്തിൽ സാങ്കത്യമില്ലാതില്ല. പക്ഷേ വായനയുടെ കാര്യത്തിൽ ആളുകൾ പറയുന്ന ഒരു വാചകമുണ്ടല്ലോ, അത് തികച്ചും തെറ്റായ ഒരു ചരിത്രബോധത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. വായന മരിക്കുകയല്ല, അത് വളർന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യനെ കൂടുതൽ കൂടുതൽ ലോകത്തിന്റെ ഇതര മേഖലകളുമായി വായന ബന്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആരംഭി ഗ്രന്ഥശാല എക്സിക്യൂട്ടീവ് അംഗം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി KV ഹരിദാസൻ സ്വാഗതം പറഞ്ഞു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 9 പ്രതിഭകളെയാണ് ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത് ഉപഹാരം നൽകി ആദരിച്ചത്. ആരഭി വനിതാവേദി പ്രസിഡന്റ് പത്മശ്രീ നന്ദി പറഞ്ഞു. ആദരസന്ധ്യയ്ക്ക് ശേഷം മുഹാദ് വെമ്പായം രചനയും സുരേഷ് ദിവാകരൻ സംവിധാനവും നിർവഹിച്ച കടക്കാവൂർ SS നടനസഭയുടെ വിക്ടറി ആർട്സ് ക്ലബ്ബ് എന്ന നാടകവും അരങ്ങിലെത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര കാളികാവ് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹം തുടരുന്നു. ബ്രഹ്മശ്രീ ജയേഷ് ശർമ്മയാണ് യജ്ഞാചാര്യൻ. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന രുക്മിണി ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. വൈകിട്ട് ദേവി ചണ്ഡികപാലയും ഉണ്ടായി. ചൊവ്വാഴ്ച രാവിലെ വിഷ്ണു സഹസ്രനാമ പാരായണവും ഉണ്ടായിരുന്നു. തുടർന്ന് സോപാന സംഗീതം. സമാപന ദിവസം ബുധനാഴ്ച വൈകിട്ട് ശ്രീ മഹാമൃത്യുഞ്ജയൻ ബാലയും നടക്കും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നടക്കുന്ന അന്നദാനത്തിന് ഭക്തരുടെ വലിയ ജനത്തിരക്കാണ് കാണപ്പെടുന്നത്. യജ്ഞം 28-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് മങ്കര ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ 77ാം റിപ്പബ്ലിക് ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ KSESL മങ്കര ബ്ലോക്ക് ഓഫീസിൽ ദേശീയ പതാക ഉയർത്തി. ഇറാൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ റിട്ടയേർഡ് സൈനികർക്ക് 77 വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. KSESL മങ്കര ബ്ലോക്ക് പ്രസിഡന്റ് മോഹൻദാസ് വൃക്ഷത്തൈ നടിയിൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബ്ലോക്ക് സെക്രട്ടറി SV ഹരിദാസൻ, PK വിജയകുമാർ, K നാരായണൻ, മഹിളാ വിഭാഗ് പ്രസിഡന്റ് ശാന്തകുമാരി, സെക്രട്ടറി T രവിത, റിട്ടയേർഡ് SI സുരേഷ്, ലീല ബാലകൃഷ്ണൻ, ഷംസുദ്ദീൻ വാങ്കുറിശി, KKA റഹ്മാൻ, AB രതീഷ്, PM അപ്പുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. റേഷൻ ഷോപ്പ് നടത്തിപ്പുകാർക്ക് അമിതഭാരം അടിച്ചേൽപ്പിക്കുകയും അടിസ്ഥാന വേതനം വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് അനീതിയാണെന്ന് VK ശ്രീകണ്ഠൻ MP. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. അനീതിക്കെതിരെ സമരപ്രഖ്യാപനം നടത്തിയാൽ ചർച്ച നടത്തുകയും ചർച്ച പ്രഹസനമാക്കുകയും ചെയ്യുകയാണ് സർക്കാരെന്നും VK ശ്രീകണ്ഠൻ MP ആരോപിച്ചു.
കേരളത്തിലെ എല്ലാ മേഖലയിലും സർക്കാർ വിരുദ്ധ സമീപനം പ്രകടമാണ്. തുച്ഛമായ വേതനം മാത്രമുള്ളവരും അസംഘടിതരുമായ വിഭാഗത്തെ സർക്കാർ നിരന്തരം അവഗണിക്കുകയാണ്. അവകാശം ചോദിച്ചാൽ കേന്ദ്രം തന്നില്ലെന്ന ന്യായവുമായാണ് സർക്കാർ 9 വർഷവും പ്രവർത്തിച്ചത്. സപ്ലൈകോയിലും ബെവ്കോയിലും വരെ ഭരണകക്ഷി യൂണിയനുകൾ സമരത്തിലാണ്. ഇതുതന്നെയാണ് സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധതയ്ക്കുള്ള തെളിവെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. UDF അധികാരത്തിൽ വന്നാൽ അടിസ്ഥാന മേഖലകൾക്ക് ആശ്വാസം പകരുന്ന നടപടികളുണ്ടാകുമെന്നും MP കൂട്ടിച്ചേർത്തു. KSRRDA ജില്ലാ പ്രസിഡന്റ് V അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ശിവദാസ് വേലിക്കാട്, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കാടാമ്പുഴ മൂസ ഹാജി, ജനറൽ സെക്രട്ടറി KB ബിജു, നൌഷാദ് എറണാകുളം, നിഹാൽ കണ്ണാടി, K ബിജു, ശിവദാസൻ, രാധാകൃഷ്ണൻ, റഷീദ്, സുന്ദരൻ, ദയാനന്ദൻ, മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച റേഷൻ വ്യാപാരികളെയും റേഷൻ വ്യാപാരികളുടെ മക്കളായ കലോത്സവ പ്രതിഭകളെയും ചടങ്ങിൽ MP അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മഞ്ഞക്കാട് ഏരിയ വാർഷിക സമ്മേളനം നടന്നു. KSSPU പാലക്കാട് ജില്ലാ രക്ഷാധികാരി P വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34ാം വർഷത്തിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ്. 34 വർഷം എന്ന് പറയുമ്പോൾ 1992 മെയ് 13-നാണ് ഈ സംഘടന കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി രൂപീകരിച്ചു. അതുകൊണ്ട് തന്നെ കേരളത്തിലെന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു സംഘടന ഇന്ത്യയിൽ തന്നെ. അതാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ പ്രത്യേകത. രാവിലെ ഏരിയ പ്രസിഡന്റ് VC ശങ്കരൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. ഏരിയ ജോയിന്റ് സെക്രട്ടറി MV മധുമാസ്റ്റർ സ്വാഗതം പറഞ്ഞു. VC ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് P ശശികുമാർ അനുശോചന പ്രമേയവും സെക്രട്ടറി MC ശങ്കരൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CV അശോകൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ഗംഗാധരൻ നായർ, ബ്ലോക്ക് പ്രസിഡന്റ് TK ഭാസ്കരൻ, സെക്രട്ടറി ES കൃഷ്ണൻ എന്നിവർ സംഘടനാകാര്യങ്ങൾ വിശദീകരിച്ചു. ബ്ലോക്ക് ട്രഷറർ TV ജയരാജൻ, വൈസ് പ്രസിഡന്റ് CN ഭവദാസൻ ഉണ്ണി, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി K ശങ്കരൻ, ഏരിയ രക്ഷാധികാരി ദേവയാനി കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് PV ആര്യ പ്രമേയാവതരണം നടത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. KSSPU ലക്കിടി പേരൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും കുഞ്ചൻ സ്മാരക വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്നു. യൂണിയൻ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് K സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി G ജഗദീഷ് അധ്യക്ഷത വഹിച്ചു. മോഹനകൃഷ്ണൻ അനുശോചന പ്രമേയവും M സേതുമാധവൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. N നാരായണൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി. KK ഗൗരി ടീച്ചർ, മേരിക്കുട്ടി സെബാസ്റ്റ്യൻ, N മോഹനൻ, ജെറോം, സേതു മാസ്റ്റർ, AK രാമൻ, MN നാരായണൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. ചർച്ച, സംഘടനാ തെരഞ്ഞെടുപ്പ്, മറുപടി എന്നിവയുമുണ്ടായി. TP ജെറോം സ്വാഗതവും AK രാമൻ നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പരുത്തിപ്ര സുബ്രഹ്മണ്യൻ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് ഒരുങ്ങി പരുത്തിപ്ര ഗ്രാമം. തൈപ്പൂയത്തിന്റെ ഭാഗമായി സുബ്രഹ്മണ്യ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഫെബ്രുവരി 1-ന് പരുത്തിപ്ര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൈപ്പൂയ മഹോത്സവം നടക്കും. തൈപ്പൂയ ആഘോഷത്തിനായി പരുത്തിപ്ര ഗ്രാമം ഒരുങ്ങി. തൈപ്പൂയത്തിന് മുന്നോടിയായി സുബ്രഹ്മണ്യ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച ക്ഷേത്രാങ്കണത്തിൽ നടത്തിയ പ്രസാദൂട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. തൈപ്പൂയ ആഘോഷ ദിനത്തിൽ രാവിലെ 5-ന് നട തുറക്കൽ, 5:30-ന് കലശപൂജ എന്നിവയും ഉണ്ടായിരിക്കും. വൈകിട്ട് 6 മണി മുതൽ 7 മണി വരെ പരുത്തിപ്ര തൈപ്പൂയാഘോഷ കമ്മിറ്റിയുടെ ഘോഷയാത്ര എഴുന്നള്ളിപ്പും 7 മണി മുതൽ 8:15 വരെ പരുത്തിപ്ര വടക്കുഭാഗം കമ്മിറ്റിയുടെ ഘോഷയാത്ര എഴുന്നള്ളിപ്പും 8:15 മുതൽ 9:15 വരെ സുബ്രഹ്മണ്യ സേവാ സംഘത്തിന്റെ ഘോഷയാത്ര എഴുന്നള്ളിപ്പും നടക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ സ്വദേശിയായ കൊടും ക്രിമിനൽ ദയാലിനെതിരെ നടപടി. PIT NDPS നിയമപ്രകാരം ദയാലിനെ ജയിലിലടയ്ക്കും. 30 വയസ്സുള്ള ദയാൽ നിരവധി രാസലഹരി, കള്ളനോട്ട്, വധശ്രമ കേസുകളിലെ പ്രതി.
ദേശമംഗലം പള്ളത്ത് ഭാരതപ്പുഴയിലെ അടിക്കാടുകളിൽ തീപിടുത്തം. തീ പടർന്നത് പുഴയുടെ നടുഭാഗത്ത്. പുഴയോരത്ത് വെള്ളമുള്ളതിനാൽ തീ കരപ്രദേശത്തേക്ക് പടർന്നില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.